ഇതൊരു പ്രതിസന്ധി വന്നാലും സന്തോഷം വന്നാലും പ്രതിഫലങ്ങളുടെ ഒരു ലോകമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു പ്രതിസന്ധി വന്നു, കച്ചവടത്തിൽ ചെറിയൊരു ക്രൈസിസ്, ഇക്കണോമിക്കലി ഫിനാൻഷ്യലി പ്രോബ്ലം, അല്ലെങ്കിൽ വീട്ടിൽ നിത്യരോഗങ്ങൾ, ചില ആക്സിഡന്റുകൾ, ചില പ്രതിസന്ധികൾ. ഈ പ്രതിസന്ധികളൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് എന്തിനാണ് അള്ളാഹു നൽകുന്നത്? നമ്മളെ ശുദ്ധീകരിക്കണം, നമ്മളെ നന്നാക്കണം. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായത് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിക്കണം. മൂസാ നബി അലൈഹി സ്വലാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ വലിയ രോഗം പിടിച്ച് കിടക്കുന്നത് കണ്ടു. അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇയാൾ നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളാണല്ലോ, ചില രോഗങ്ങളൊക്കെ ഇയാൾക്ക് വന്നിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ മറുപടി, ഇയാൾ സ്വർഗം ചോദിക്കുന്നതോടൊപ്പം സ്വർഗത്തിലെ ഉന്നത സ്ഥാനം ചോദിച്ചു. അതിന് മാത്രം അയാൾക്ക് കർമ്മങ്ങളില്ല. ആ മോനിക്കാണെങ്കിൽ ആ ഉന്നത സ്ഥാനം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ചെറിയൊരു രോഗം കൊടുത്തു, അതിന് ക്ഷമിച്ചാൽ ആ ഗ്രേഡിലേക്ക് എത്തും. അതോടുകൂടി അയാൾ ഹി ഹാസ് ഗോട്ട്സ് ഫസ്റ്റ് പ്രൈസ്. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. നിങ്ങൾ നോക്കൂ, എന്തൊരു രസമാണ്. ഒരു ദിവസം പനി ബാധിച്ചാൽ ഹദീസ് പറയുന്ന ഒരു കൊല്ലത്ത് ദോഷം പുറത്തു. ഒരു വലിയ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു മുള്ളു നിറച്ചാൽ തന്നെ നമ്മുടെ ദോഷങ്ങൾക്ക് പുറത്തു. മുള്ളും നിറക്കണ്ട, ടെൻഷനായ മതി. അപ്പൊ ഞാൻ ഈ ഓട്ടോ ഓടിച്ച് ഈ ലോഡൊക്കെ എടുത്ത് ചായ കാപ്പി റെയിൽവേ സ്റ്റേഷനിൽ വിറ്റ് എൻ്റെ 4 മക്കളെ എപ്പം കെട്ടിക്കാനാണ്. ആ ആലോചനക്ക് എൻ്റെ ദോഷങ്ങൾ പോകും. കുടുംബത്തെ ഓർത്തിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുമ്പോഴേക്ക് ദോഷം പോകും. എന്തൊരു രസമാണ് നമ്മുടെ മതം, എന്തൊരു മനോഹരമായ ആശയം. ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനോട് ഇഷ്ടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾക്ക്